നമസ്കാരം. തലസ്ഥാനത്തെ ബ്ലൂ പ്രിന്റ് വികസനക്കാരെ ആറ്റുകാലമ്മച്ചി വരെ വെറുത്തു കഴിഞ്ഞു. ദൃശ്യങ്ങൾ ഇങ്ങനെ പ്രചരിക്കുകയാണ്. ഒരൊറ്റ മഴ പെയ്തു തോർന്നു, നഗരം കുളമായിട്ടുണ്ട്. ഒരു പൊങ്കാലയ്ക്ക് വേണ്ടി എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് ചെയ്യേണ്ടതെന്ന് പോലും അറിയാതെ വാചകാടിക്കാരെ കൊണ്ടുവന്ന് എവിടെയെങ്കിലും പിടിച്ചിരുത്തിയാൽ സംഭവിക്കുന്ന ദൃശ്യങ്ങൾ കുറച്ച് നിങ്ങൾ കണ്ടേ. ഇതുകൂടാതെ കുടിവെള്ള പ്രശ്നം, നഗരം മുഴുവൻ ഓടകളൊക്കെ പൊട്ടി ഒലിക്കുകയാണ്. അതായത് നേരത്തെ ഇതിനു വേണ്ടി ഒരു തയ്യാറെടുപ്പുകളും നടത്തിയിട്ടില്ല. അതും പോരാഞ്ഞിട്ട് മാലിന്യ നീക്കം പരിപൂർണമായി നിശ്ചലമായ ഒരു അവസ്ഥ. ആകെ കൂടെ തലസ്ഥാന നഗരത്തിലെത്തുന്നവർക്ക് ഇത്രയും കാര്യം കഴിഞ്ഞ 10-15 വർഷമായിട്ടും ഇങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടില്ല. ചില പ്രതികരണങ്ങൾ കൂടി നിങ്ങൾ കേൾക്കണം. ആ പ്രതികരണത്തിനോടൊപ്പം തന്നെയുള്ള ദൃശ്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ആറ്റുകാൽ പൊങ്കാലയുടെ ചരിത്രത്തിൽ ചെളിയിൽ കൂടി നീന്തിക്കൊണ്ട് പൊങ്കാല ഇടാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്ത തലസ്ഥാനത്തെ മേയർക്കും സംഘത്തിനും ബ്ലൂ പ്രിന്റ് വികസനത്തിന്റെ ഉപജ്ഞാതാക്കൾക്കെല്ലാം നമ്മൾ കുറച്ച് പൂവിട്ട് പൂജിക്കേണ്ടിയിരിക്കുന്നു. കോർപ്പറേഷന്റെ ഭാഗത്തുള്ള വീഴ്ചയാണ്. ഇതുവരെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. എന്തുമേടി ജനങ്ങൾ വന്നു പോകുന്നത്, ഇതിനു മുമ്പ് ഇല്ലായിരുന്നു, ഇത്രയില്ലായിരുന്നു. ആ ഒരു പൊങ്കാല സമയത്ത് ഈ പണി എടുക്കുന്നതൊന്ന് പൂർത്തിയാക്കിയായിരുന്നു, അതും ചെയ്തില്ല. അതുകൊണ്ടാണ് അവിടെയെല്ലാം ചളി ഇങ്ങനെ വന്നത്. അപ്പൊ ആ ചളിയിലല്ലേ ഇരിക്കേണ്ട ആള്. മുമ്പൊക്കെ വരുമ്പോൾ നല്ല നീറ്റായിരുന്നു. ഞാൻ വന്നിട്ട് ഒരു 10 വർഷത്തിന് മുകളിലാണ് ഇവിടെ വരുന്നത്. ഇങ്ങനെ വൃത്തിയോട് ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. വളരെ ബുദ്ധിമുട്ടുണ്ട് കാണുമ്പോൾ. കോർപ്പറേഷന്റെ ഭാഗത്തുള്ള വീഴ്ചയാണ് ഇത്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അവർ ക്ലീൻ ചെയ്യേണ്ടതായിരുന്നു. വെള്ളമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആൾക്കാർക്കൊക്കെ. അത് നടക്കാനും തന്നെ പിന്നെ വടക്കൂട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണ്. 98 തൊട്ട് ഞാൻ പൊങ്കാല ഇടാൻ തുടങ്ങിയതാണ്. ഇതുവരെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ബുദ്ധിമുട്ട് തന്നെയല്ലേ, ചെളിക്കത്ത് നടക്കുമ്പോൾ ബുദ്ധിമുട്ട് തന്നെയല്ലേ. കഴിഞ്ഞ വർഷമൊക്കെ നല്ല രീതിയിലായിരുന്നു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. ഇത്രയും ജനങ്ങൾ വരുന്നതല്ലേ, അവരൊന്നും ശരിയാക്കണ്ടല്ലേ. ഇവിടെ നോക്കേണ്ടതായിരുന്നു, ഇത്രയും ജനങ്ങള് വരണതല്ലേ. അതുകൊണ്ട് നാറ്റം സഹിക്കാൻ വയ്യ. ഞങ്ങൾ നമ്മളിരിക്കും ദേവിയുടെ ഒന്നും പറയാനൊക്കത്തില്ലല്ലോ. എന്തുമേടി ജനങ്ങൾ വന്നു പോകുന്നത്. ചെളിയും വെള്ളം, അവിടെ ചെളിയും വെള്ളം. ഇതിനു മുമ്പ് ഇല്ലായിരുന്നു, ഇത്രയില്ലായിരുന്നു. അവിടെ നമുക്ക് കിട്ടിയ സ്ഥലത്ത് വെറും ചളിയായിരുന്നു. ഒന്നാമത്തോളം ഞാൻ 5-8 വർഷമായി ഇവിടെ വരുള്ളൂ. ഇങ്ങനെ അവസ്ഥ ഉണ്ടാവാറില്ല. ഒരു മുൻകരുതൽ എടുക്കായിരുന്നു. ഇവിടെ ചളിയൊക്കെ നിറഞ്ഞാൽ അത്രയും ജനങ്ങൾ വരാനുള്ളത്. അപ്പോൾ അത്രയും പ്രസിദ്ധീകരിച്ച ഒരു വാച്ചവലി പൊങ്കൽ നടക്കുമ്പോൾ ഇവിടെ അധികാരികൾക്കൊരു മണ്ണൊക്കെ ഇട്ടിട്ടൊന്ന് ലെവലാക്കാമായിരുന്നു. ചെളിയും വെള്ളമൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്, ബുദ്ധിമുട്ട്. കണ്ടല്ലോ, ഇതിപ്പോ മേയർ ആര്യ രാജേന്ദ്രൻ ആയിരുന്നെങ്കിൽ എന്തെല്ലാം കോലാഹലങ്ങൾ കാണണമായിരുന്നു. ഈ സന്ദർഭത്തിലും നമ്മുടെ അണ്ണന്മാർ എന്ത് ചെയ്യുന്നു നിങ്ങൾക്കറിയണ്ടേ? ഏത് ഇന്നലകളിൽ നാവ് കൊണ്ട് ഇവിടെ വികസന വിസ്മയം ഉണ്ടാക്കുമെന്ന് മൈക്കുകൾ തോറും അടിച്ചുകൊണ്ട് നടന്നവർ കഴിവുകേടിന്റെ പര്യായമാണെന്നും ആറ്റുകാൽ അമ്മച്ചിയെ വരെ വെറുപ്പിച്ച ഈ ഒരു ഭരണ കഴിവുകേട് അതിനുശേഷവും ഉളുപ്പില്ലാതെ ഇനിയിപ്പോൾ എല്ലാ സർക്കാരിന്റെ തോളിലാണ്. അതായത് ഞങ്ങൾക്കൊന്നിനും ഉത്തരവാദിത്വമില്ല, ഞങ്ങളെ ഇവിടെ മടലായിട്ട് കൊണ്ടുവന്നിരുത്തിയതാണ്, ഇവിടെ എല്ലാം ചെയ്തു കൊടുക്കേണ്ടിയിരുന്ന സർക്കാരാണ്, സർക്കാരിനാണ് അത്ര പ്രശ്നമെന്നുള്ള നിലയ്ക്ക് ചില ഓൺലൈൻ മഞ്ഞ ചാനലുകാരെയും കൊണ്ടുവന്ന് തെരുവിൽ നടത്തുന്ന നാടകം നോക്കിയേ. 10 ദിവസമായി വെള്ളമില്ല, രാജിവെക്കൂ, പുറത്തു പോകൂ. ഉളുപ്പുണ്ടോ ഹേ എന്ന് ചോദിക്കുന്നില്ല. ബ്ലൂ പ്രിന്റ് വികസനത്തുകാർ ഇതാ ഇരിക്കുകയാണ്. കഴിവുകേട് കൊണ്ടൊരു പൊങ്കാലയെ മുഴുവൻ അലങ്കോലമാക്കി. അവിടെ വരുന്നവർ പലരും പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? അതായത് പൊങ്കാല ഇടാൻ വന്ന ചരിത്രത്തിൽ അന്നും മഴയുണ്ടായിരുന്നു. ആ മഴ പെയ്ത സന്ദർഭത്തിൽ യുദ്ധകാല അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യണം അതെല്ലാം കൃത്യമായി ചെയ്തു കൊടുത്ത് അവിടെ ചെളിക്കുളമാകാതെ സംരക്ഷിച്ച നഗരസഭ ഉണ്ടായിരുന്നു ഈ നാട്ടിൽ. ആ ഭരണത്തെ കുറ്റം പറയാൻ വേണ്ടി നാട് നീളെ ഓരോ കഥകൾ ഉണ്ടാക്കിയതിനു ശേഷം ആറ്റുകാൽ പൊങ്കാല ഇത്രത്തോളം അലങ്കോലമാക്കിയവർ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്തുകൊണ്ടായിരിക്കും കുറ്റം പറഞ്ഞിട്ടുള്ളത്? അവർക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഈ കുറുക്കു വഴിയിലൂടെ വരണമെന്നുണ്ടെങ്കിൽ ഇല്ലാത്തതുണ്ടെന്ന് പ്രചരിപ്പിക്കുക. ഏതെങ്കിലും ഒരു സിംഗിൾ കാര്യം ഇത്രയും കാലം നഗരസഭ ചെയ്തതല്ലാതെ അതിനേക്കാൾ ഒരു കാര്യം ചെയ്യാനും പറ്റിയിട്ടില്ല. അത്രത്തോളം ചെയ്യാൻ കഴിവില്ലായ്മയുടെ ഭാഗമായിട്ട് നഗരത്തിൽ വരുന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന ഈ ദുരിതം, ബയോ ടോയ്ലറ്റ് സംവിധാനമൊക്കെ എന്ത് അവസ്ഥയിലാകുമെന്നൊക്കെ കണ്ടറിയേണ്ടിയിരിക്കുന്നു. അങ്ങനെ തലസ്ഥാനത്ത് അധികാരത്തിൽ വന്ന് 3 മാസത്തിനകം ഇവർ വെറും കഴിവുകെട്ടവരാണെന്ന് തെളിയിച്ചുകൊണ്ട് അവിടെ ഒരു പൊങ്കാല നടക്കുന്നുണ്ട്. ഭക്ത കുചേലന്മാരെല്ലാം കൂടി ആ പൊങ്കാലയെ കൂടി നശിപ്പിച്ച് അതിൻ്റെ മേന്മ കൂടി ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചപ്പോൾ 3 മാസം കൊണ്ട് നാട്ടുകാർ മാത്രമല്ല ആറ്റുകാലമ്മ വരെ വെറുത്തുപോയി ബ്ലൂ പ്രിന്റ് ഭരണം കണ്ടിട്ടെന്ന് പറയുകയാണ്. അപ്പോഴും പറയുകയാണ് ഞങ്ങളല്ല, ഇതിപ്പോ സർക്കാരിന്റെ കുറ്റമാണ്. നിങ്ങൾ ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി. ഈ ഒരു വീഴ്ച മേയർ ആര്യ രാജേന്ദ്രൻ ഇരുന്ന സന്ദർഭത്തിലാണ് സംഭവിച്ചതെങ്കിൽ എന്തായിരുന്നനെ ഇവിടത്തെ വാർത്താ സ്ഫോടനം.
പക്ഷേ ജാഗ്രത നോക്കണേ, അവരോടുള്ള ഒരു അനുകമ്പ നോക്കണേ, ചേർത്ത് പിടിക്കൽ നോക്കണേ. ഇത്രയും കഴിവുകേട് കാണിച്ചിട്ട് അതിനൊരു ചർച്ച പോലും വയ്ക്കാത്ത കേരളത്തിലെ മാധ്യമങ്ങൾ ആർക്ക് വേണ്ടിയാണ് പിമ്പ് പണിയെടുത്തതെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ്.